ഹായ്, ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് പാൽക്കപ്പയാണ്. നല്ല രീതിക്ക് കപ്പ ചെറുതായിട്ട് അരിഞ്ഞ് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് കൊച്ചുള്ളിയും ഇതും മാറ്റി വെക്കുക. തേങ്ങാപ്പാൽ എന്നിട്ട് നല്ല രീതിക്ക് വെന്തോന്ന് നല്ലതായിട്ട് നോക്കുക. നല്ലതായിട്ട് വേവണം കേട്ടോ. എന്നിട്ട് അത് ഊറ്റിയതിന് ശേഷം ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, കൊച്ചുള്ളി, വെളുത്തുള്ളി ഇത്രയും ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് ഇങ്ങനെ ഉടച്ച് കൊടുക്കുക. നല്ലതായിട്ട് ഉടച്ച് നല്ല ഇതായിട്ട് നമ്മൾ നല്ല കുറുക്കി എടുക്കത്തില്ല, അടി പറ്റി പിടിക്കരുത്. അതേപോലെ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. ഇളക്കി നല്ലതായിട്ട് കൊടുക്കുക. കണ്ടോ? അപ്പോൾ നല്ലതായിട്ട് വരുന്നുണ്ട്. കണ്ടോ? നല്ല കുറുക്ക് പോലെ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ വാട്ടി വെച്ചേക്കുന്ന കൊച്ചുള്ളിയും കരിയാപ്പിലയും വാട്ടി അതിൻ്റെ അകത്ത് വറ്റൽമുളക് ഇടാം. പക്ഷെ നമുക്കിവിടെ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് വീണ്ടും തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വീണ്ടും നല്ല രീതിക്ക് കുറുക്കി ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട്, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കറിയാമല്ലോ, അതേപോലെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന നമ്മുടെ മറ്റേ ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല രീതിക്ക് ഇളക്കി എന്നിട്ട് നമ്മുടെ ആ കരിയാപ്പിലയും ഉള്ളിയും എടുത്തിട്ട്